അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പണിക്ക് പോക്കാന്ന് ദൂരെയാന്ന് ബീച്ച് സൈഡിൽ. നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ട് എന്നിട്ട് വ്ളോഗൊന്നും എടുത്തില്ല. എന്നാൽ അടുത്തേക്ക് ഒരു പണിക്ക് പോകുന്നത് അസലി പണിക്ക് പോകുന്നതാന്ന്. പണിക്ക് പോയിട്ട് വേഗം വരൂ. അന്ന് പോയിട്ട് നടന്നില്ല. അപ്പൊ നമ്മള് പോന്നതാന്ന്. വാ ഈ വണ്ടിയില് നിസാലില് ആ പൈസ മൊത്തം അതിന് പെട്രോൾ അടിക്കേണ്ടി വരും. നിസാലില് ഇതല്ലേ നമ്മളെ സ്വന്തം വണ്ടി. ഇത് പിടിക്ക് എന്റെ തസ്ലി. ആ വണ്ടി പോയാല് ഞാന് ഇതിന്റെ പൈസ മൊത്തം ഞാൻ ആ പെട്രോൾ അടിക്കേണ്ടി വരും ആ വണ്ടിയിൽ. എന്നാ കുഴപ്പമില്ല. വാ അങ്ങോട്ട്. എവിടെ എത്തണം എന്നറിയാം. അങ്ങ് ദുനിയാവിന്റെ അറ്റത്താണ് ഖത്തറിന്റെ. അന്നേരം ഞാനും തസ്ലിയും കൂടി അങ്ങനെ പണിക്ക് പോയെന്ന്. നമുക്ക് നിസാം പെട്രോൾ എടുത്ത് പോവാം. വാ കേറി ഈ വണ്ടിയില് നിസാലില് ആ പൈസ മൊത്തം അതിന് പെട്രോൾ അടിക്കേണ്ടി വരും. നിസാലില് ഇതല്ലേ നമ്മളെ സ്വന്തം വണ്ടി. ഇത് പിടിക്ക് എന്നാ കുഴപ്പമില്ല. വാ അങ്ങോട്ട്. എവിടെ എത്തണം എന്നറിയാം. അങ്ങ് ദുനിയാവിന്റെ അറ്റത്താണ് ഖത്തറിന്റെ. അന്നേരം ഞാനും തസ്ലിയും കൂടി അങ്ങനെ പണിക്ക് പോയെന്ന്. നമുക്ക് നിസാം പെട്രോൾ അയച്ചു തന്നിട്ടുണ്ട്. ഇവിടെയാണ് ലൊക്കേഷനൊക്കെ ഏകദേശം അറിയാം. എത്ര കിലോമീറ്റർ അറിയാം. എന്റെ റബ്ബേ 92 കിലോമീറ്റർ. അരമണിക്കൂർ കൊണ്ട് എത്തുന്ന പറഞ്ഞതാണ്. ഇനിയിപ്പോ 92 കിലോമീറ്ററിന് ഈ നിസാം പെട്രോളില് പണിയെടുക്കുന്ന പൈസ മൊത്തം അടിച്ചിട്ട് വേണം, പെട്രോൾ അടിച്ചിട്ട് വേണം പോണിക്ക്. അപ്പൊ 92 കിലോമീറ്ററിന്റെ ഇവിടുന്ന് 1 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അരമണിക്കൂർ കൊണ്ട് എത്താൻ കഴിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും 1 മണിക്കൂർ നിസാം പെട്രോൾ ആയതുകൊണ്ട് വേഗത്തും. അവിടെ ഫുള്ള് ബോയ്സ് ആൺകുട്ടികളാ. ബോയ്സ് ആൺകുട്ടികൾ. നീ വീട് കാണുന്നുണ്ടാ? അവിടെ ആംബുലൻസും ആൾക്കാരെല്ലാം ഫാമിലി. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഫാമിലി എല്ലാം ഉണ്ടാവും. അതാ ഫാമിലി ഉണ്ട്. ഓക്കെ ഒന്നിച്ച്. ഞാൻ നല്ലത് പറഞ്ഞതാണ്. ഞാൻ ഈ ബോറടിച്ച് വെറുതെ വണ്ടി തന്നെ ഇതാ മറ്റേതാണ് ശരിക്കും ഫാമിലി ഇത് ബീച്ച് എന്ന് തോന്നുന്നു. ഇത് പ്രൈവറ്റ് ബീച്ചായി പോയാ. കൊറേ കേരളം വന്നിട്ടാണ് നമുക്ക് പണിക്കോണ്ട വില്ല. അതാന്നട്ടാ. അല്ല ഇതല്ലേ നമ്മള് പണിക്കോണ്ട വില്ല. ഇതല്ലേ ഈടുന്ന് ഇങ്ങോട്ടല്ലേ? ആ കട്ടിങ് അന്നു. ആ കട്ടിങ് എവിടെയാണ് നമുക്ക് പണി? നമ്മള് കൊട്ടാരത്തിലേക്ക്, ബീച്ചിലേക്ക് കൊട്ടാരം. ഇതിന്റെ ആ ഒരു പെയിന്റിംഗ് എല്ലാം ഡിഫറെന്റ് അല്ലേ? വെറും അവർ ആഴ്ചക്കുള്ള കൊട്ടാരം മാത്രം. അതെ റഷീദ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീടെ ബോറടിച്ച് ഇരിക്കണം. ബോറടിച്ച് പെട്ടെന്ന് പണി വരൂലേ? അങ്ങനെ റഷ്യക്ക് പോയിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടാ പെട്ടെന്ന് വരുന്നിട്ട് പോയതാ. പിന്നെ ഇതിൻ്റെ അടുത്ത് നല്ല അടിപൊളി ബീച്ചുണ്ട്. ഞാൻ മെയിനായിട്ട് അവിടെ പോകാനാണ് വന്നിന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിനായിരുന്നു. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ശരിക്കും ഇറങ്ങാൻ പറ്റിയിട്ടില്ല ബീച്ചിൽ. ഇപ്പോൾ സമയം 6 മണി. പണി ഇന്നും തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞു. കേട്ടോ നമ്മളിവിടെ ഇവർ പച്ചക്കറിയെല്ലാം നട്ടിട്ടുണ്ട് കുറേ. അതിന് ബാക്ക് സൈഡിലുണ്ട് തോന്നുന്നു അല്ലേ? എല്ലാം ഉണങ്ങിപ്പോയല്ലേ വെയിലായിട്ട്. അല്ല വെള്ളം നടക്കില്ലെന്ന് തോന്നുന്നു. അതെയാ? ഇതെന്നാ സാധനം? കോണ ചോളല്ലേ? ചോള. വേറെന്താ നമ്മള് കിഴിയുണ്ട്. എന്തല്ല ഉഷാറല്ലേ? ഇക്ക കാസർഗോഡല്ലേ? എന്റെ വീഡിയോ മുന്നേ കാണലുണ്ടാ? പിന്നെ അതല്ലേ? അതല്ലേ? നാട്ടിൽ പോയി 1 കൊല്ലമായി. എന്തായാലും കണ്ടതിൽ സന്തോഷം. എന്താ പേര് പറഞ്ഞില്ല? ബഷീർക്ക. ബഷീർക്ക് എന്നെക്കാട്ടി കുറേ ആയി തോന്നല്ലേടാ? ഖത്തറിൽ കുറേ ആയി തോന്നുന്നു. ഞാൻ 20 കൊല്ലാനായി. 26 കൊല്ലേ? മാഷാ അല്ലാ. ഇവിടുന്ന് പറിച്ചോണ്ട് പോലുണ്ടോ നിങ്ങള്? തീർന്നല്ലേ? എല്ലാം ഉണങ്ങിപ്പോയല്ലേ? അടിപൊളി. ഞാൻ പെടുത്താ. ഇവിടെ മുരിങ്ങക്കായ ഉണ്ട്. ഇത് നല്ല എന്നാ മൂത്തിട്ടില്ലല്ലോ അധികം. സാധാരണ അപ്പുറം ഉള്ളതെല്ലാം കുറെ മൂത്ത് ഏകദേശം ആകാൻ. ഇത് നല്ല ഉണ്ടല്ലേ? കുറച്ച് മതി, വെറുതെ വേസ്റ്റ് ആക്കണ്ട.
കാര്യമുണ്ട്. ഞാൻ കുറേ കാണണം നോക്കാം. ഇത് ആളെ ബ്ലോഗിൽ ആളെ കുറെ കാണുന്നുണ്ട്. ഇത് അതല്ലേ നമ്മള് ഖത്തറിൽ തന്നെ ഉണ്ടല്ലോ, അടുത്തല്ലേ, എവിടെ കാണാം, എവിടെയെങ്കിലും വെച്ച് എന്തായാലും കാണാൻ പറ്റണ്ട. അതല്ലേ ദഫ്നിലെ വരട്ടുണ്ട്. അതല്ലേ ഞായറാഴ്ച വൈകുന്നേരം പോകും. പോലെ 4 ദിവസം ഉണ്ടാവും. 3-4 ദിവസം ഉണ്ടാവും. അതല്ലേ അടിപൊളി. ആടെ ഉണ്ട്, വീട്ടിലുണ്ട് മുരങ്ങക്കായി. പറിച്ച് വെക്കലുണ്ട്. അവിടെ കഴിഞ്ഞ് പറിച്ച് കഴിഞ്ഞ്. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങിയെന്ന് പുറത്തേക്ക് ഏതായാലും സൂര്യനെ അസ്തമിച്ചിട്ടില്ല. അതെയാ, നമുക്ക് ഏതായാലും ഈ ബീച്ചിൽ പോന്നാ അപ്പുറത്തെ ബീച്ചിൽ പോന്നാ. ഈ ബീച്ചിലാ? ഈ ബീച്ചിൽ കുറെ കാരവാനെല്ലാം ഉണ്ട്. എന്തെല്ലാം എനിക്ക് ബിസ്ക്കറ്റ് എല്ലാം കിട്ടിയെന്നല്ല. അങ്ങനെ നമ്മള് പണിക്ക് വന്നതാണ് കേട്ടോ ആ ഒരു ബീച്ചില്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ട ബീച്ച്. നല്ല ടൈം കേട്ടാ. പക്ഷെ ഇവിടെ ഫാമിലികളാണ് ഫുള്ള് തസ്ലി. അവരെ ഇതിലേക്ക് നമ്മൾ ഇടിച്ച് കയറണ. അവിടെ മീൻ പിടിക്കുന്നുണ്ട്. മീൻ തരുവാ? അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ ബീച്ചിൽ പോകാൻ തോന്നുന്നു. ഇവിടെ ഫുള്ള് ഫാമിലികൾ ടെൻറ്റ് കെട്ടിയിരുന്നു. നോക്കിയാൽ ഫുള്ള് ഇറങ്ങി പോന്ന അങ്ങോട്ട് അകത്തോളം. ഓ അടിപൊളി സ്ഥലമല്ലേ, നല്ല കേട്ടാ. ആ ഇത് ആടെ പോകാൻ പറ്റണം. അത് പിന്നെ പ്രൈവറ്റ് ഏരിയ ആണ് ഷെയ്ക്കിൻ്റെ. ഓൻ്റെ അടുത്ത് പോയിട്ട് മീൻ എന്നാ ഉള്ളത് നോക്കട്ടെ, നമുക്ക് എന്നാ മീൻ കിട്ടിയെന്ന് നോക്കട്ടെ. എന്ന് അയ്യേ ചെറിയ മീനായിരിക്കും. ഇവിടെ വലയുണ്ട്, അതിന് കുടുങ്ങും നമ്മള്. അങ്ങോട്ട് പോകുന്നില്ല ഒട്ടോ, ഇങ്ങോട്ട് വരട്ട്. കൊറേ ഉണ്ട് ചെറിയ മീനാ. ഫ്രഷ് മീൻ കാണാൻ ഓൻ ഇങ്ങോട്ട് വരട്ടെ. ഇത് ഫുള്ള് അങ്ങ് പോന്നോന് ഞമ്മള് മുങ്ങും. മീനുണ്ടാ നോട്ടാ. ആ പറയും പാടിക്കോ പാടിക്കോ. വളയിലെത്തിയ സുന്ദരിയല്ല, ആടെ മീനാന്ന് കിട്ടുന്നത്. എന്നാന്ന് മീനെന്ന് പറഞ്ഞു. ഇല്ല, ഓ മീനിനെ പറിച്ച് പോന്നെയാണ്. മറ്റേ കക്ക വരുന്ന മാതിരി. അണ്ണാ എന്തല്ലാന്നേ? ഹിന്ദി, തമിഴ്, ആന്ധ്ര. ആ എന്താ മീനിക്ക മച്ചി ഹേ? മച്ചിയല്ലേ ഇത്? ഞണ്ടാസ്ലി കൗത്തിയേ സയ്യ. ഇതാ ഒരു മീൻ. ഒരു മീൻ കൊയല ഇറുക്കുവേ. അതിന് കൈയില്ല. നീ എന്നെ പഠിപ്പിക്കല്ലേ, വാ മതി. ഓക്കെ കുറവാണ്. തസ്ലി ഫുള്ള് നഞ്ഞ്. അപ്പോൾ ഞാൻ തസ്ലിയും കൂടി കുറച്ചും കൂടി ഉള്ളോട്ട് പോകുന്നു. വീട്ടിലെ കടലിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല ചെറിയ ഇതല്ലേ, അങ്ങത്തോളം ആഴമില്ല. ശരിക്കും അങ്ങത്തോളം പോവാ, ആഴമില്ല. എല്ലാം കുഞ്ഞൻ ഞണ്ടിനപ്പുറം ഒരു വലിയ ഞണ്ടും. ഇതേപോലത്തെ കല്ലുണ്ടേ, കാല് കുത്തിയിട്ടുണ്ടെങ്കിലേ ആകെ അവിടുത്തെ അബൂക്കർ ഹോസ്പിറ്റലിലെ മെഡിക്കലേ ഉള്ളൂ. ആടെ പോണം നമ്മള്. ഇതൊക്കെ നീ നോക്കാണ്ട് നടക്കുന്നത്. ഭയങ്കര ഡേഞ്ചർ കല്ലാന്ന് നിനക്ക് അറിയായിട്ടാണ്. അതിന് കുത്തിക്കഴിഞ്ഞാല് നടന്നോ. നമ്മള് നല്ലത് പറഞ്ഞായിരുന്നു. അല്ല ഇത് ആഴം കൂടുതലുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ ഉറപ്പം വന്ന് ടാക്സിക്കാരൻ വന്നോ. ആമയല്ല, ഇത് കല്ലാണ്. ഇത് ഭയങ്കര ഡേഞ്ചർ കല്ലാണ്. ഓഹോ ഇത്ര സമയം അതല്ലേ ഞാൻ അതിനോട് പറഞ്ഞുകൊടുക്കുന്നത്. പിന്നെ ഇതിപ്പോ ഞാൻ പോയിന്നാ. ഐഫോണാണ് കുഴപ്പമില്ല. അല്ല ഇരുടായി കേട്ടാ, നല്ലതാ. എന്നാ വൃത്തി. അത് നോക്ക്, സൂര്യൻ അങ്ങ് പോയത്. അസലി സൂര്യൻ പോയാൽ നമ്മളും പോണെന്നാന്ന്. കല്യാണ് നല്ല കല്ല്. ഇല്ലില്ല നീന്താൻ പറ്റില്ല.
നീന്താൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് കുറേ ബോഡി നനഞ്ഞിട്ട് അന്നേരം കുളിക്കലില്ലാന്ന് വിചാരിക്കും. അനങ്ങിയിട്ടെന്നാ പറഞ്ഞത്. ആൾക്കാരായിരിക്കും കുളിക്കലില്ല. ഇത് നീയല്ല പറഞ്ഞ. അത് കുളിക്കുമ്പോ അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവുകയെന്ന് ഇരുടായി. നമുക്ക് കുറച്ച് സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാനുണ്ട്. അല്ല വിസിറ്റ് ചെയ്യാൻ നമ്മൾ പണിക്ക് വന്നതാണ് ശരിക്കും. അത് ഓർമ്മയാണോ? പണി കഴിഞ്ഞില്ല, ഇനിയും പണിയുണ്ട്. വാ. നമ്മളെ റോക്സ് ഇല്ലേ ഒരു ഇതായിട്ടുള്ള അതുണ്ട്, അതൊന്ന് വിസിറ്റ് ചെയ്യാം. നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുറച്ചുകൂടെ മറ്റേ ഒരു നല്ല സ്ഥലമെല്ലാം ഉണ്ട്, അതിനകത്ത് കാണിക്കണം എന്ന് വിചാരിച്ചു. അപ്പുറം ഒരു ബീച്ചുണ്ട്, അതിലിടയ്ക്ക് ഒരു ടീമിന്റെ വണ്ടി അവിടെ പെട്ടുപോയി. പിന്നെ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയെന്ന്. ഇന്നത്തെ ഒരു വ്ളോഗ് കിട്ടിയിട്ടുണ്ടാവും നമുക്ക്. ഇന്നത്തെ വ്ളോഗ് സെറ്റായി. അങ്ങനെ വെറുതെ വിചാരിക്കാണ് കിട്ടിയത്. ഞാൻ വിചാരിക്കില്ല അവിടെ പണി കിട്ടിയെങ്കിൽ ബീച്ചിൽ പോകാൻ വേണ്ടി. അങ്ങനെയാണ് കാര്യങ്ങള്. പക്ഷെങ്കില് ഞാൻ വെറുതെ ചെയർ എടുത്തൊരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നമ്മൾ റൂമിന്റെ അങ്ങോട്ട് തിരിച്ചു പോയാൽ നമുക്ക് വേറെയും വർക്കുകളും കാര്യങ്ങളും ഉണ്ട്. അന്നേരം നല്ല കാഴ്ചകളൊന്നുമില്ല. വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ബൈ.